എൻ്റെ പൊന്നു രാധികെ, നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഈ ലാസ്റ്റ് നിമിഷമെങ്കിലും പിന്മാറിക്കൂടായിരുന്നോ? ഈ കല്യാണം നിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് നിനക്കിപ്പോഴും ഞാൻ ഇത്രയ്ക്കും പറഞ്ഞു തന്നിട്ടും തോന്നുന്നുണ്ടോ? തനിക്ക് മുൻപിൽ ജീവനുള്ളൊരു പാവ പോലെ ഇരിക്കുന്ന രാധികയുടെ ഇരു ചുമലിലും പിടിച്ചുകുലുക്കി ലിജി ചോദിച്ചതിന് വരണ്ടൊരു ചിരി മാത്രമാണ് രാധികയുടെ മറുപടി. ആദ്യം താലി കെട്ടിയവൻ്റെ കൂടെ 4-5 വർഷം ജീവിച്ചിട്ടും അവൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത സ്വന്തം ഭർത്താവ് എൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് അന്യ സ്ത്രീകളെ തേടി പോകുന്നുണ്ടെന്നറിഞ്ഞും അത് തടയാനോ അയാളെ വിലക്കാനോ കഴിവില്ലാത്ത എല്ലാത്തിലും ഉപരി ഇപ്പോൾ അതേ ഭർത്താവ് ഇനി അയാൾക്കൊപ്പം ഭാര്യയായി ഞാൻ വേണ്ടെന്ന് പറഞ്ഞുപേക്ഷിച്ച എനിക്ക് എന്ത് മേന്മ ഉണ്ടായിട്ടാണ് ലിജി ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടത്? എന്ത് കാരണമാണ് ഞാൻ ഈ വിവാഹം ഒഴിയാൻ എൻ്റെ വീട്ടുകാരോട് പറയേണ്ടതെന്ന് കൂടി നീ എനിക്ക് പറഞ്ഞതാ ലിജി. നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഹൃദയം പിടയും നോവോട് ചോദിക്കുന്നവളോട് എന്തു മറുപടി പറയുമെന്നാലോചിച്ച് മൗനമായവളെ നോക്കി ലിജിത. കഥകളിലും നോവലുകളിലുമെല്ലാം വായിക്കും പോലെ ദയനീയതയുടെ അങ്ങേ അറ്റത്തുള്ള ഒരുത്തി. അതാണിപ്പോൾ ലിജിതയുടെ മുൻപിൽ രാധിക. കാര്യമായ പഠിപ്പോ പിടിച്ചു നിൽക്കാൻ സാമർഥ്യമോ ഇല്ലാത്ത ഒരുവൾ. കെട്ടിച്ചുവിട്ടാൽ ബാധ്യത തീർന്നെന്നും കെട്ടിച്ചുവിട്ട പെൺമക്കൾ ബന്ധമൊഴിഞ്ഞ് തിരികെ വന്നാൽ കുടുംബം മുടിയുമെന്നും ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ മകൾ. അതിലെല്ലാം ഉപരി നാട് നീളെ പെണ്ണു പിടിച്ച് നടക്കുന്ന ഒരുവൻ മച്ചിയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചവൾ. അവളുടെ ചോദ്യത്തിന് അവളോടൊരു മറുപടി താൻ പറയണമെങ്കിൽ അത് അവളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ കൂടി നോക്കി വേണമെന്ന് കണ്ടതും മറുപടി ഏതുമില്ലാതെ രാധികയെ നിസ്സംഗതയോടെ നോക്കി നിന്നു ലിജിത. ലിജിയുടെ ഉത്തരമില്ലാത്ത ഇരുത്തൻ രാധികയുടെ ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരി നിറച്ചു. ഉപദേശിക്കാൻ ആർക്ക് സാധ്യമാണെന്ന് കഴിഞ്ഞുപോയ ദിവസങ്ങൾ കൊണ്ടത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ. ലിജി, അവളെയും കൂട്ടി ഇറങ്ങി വാ. ചെക്കനൊക്കെ വന്നിട്ടുണ്ട്. വേഗം 2 ഒപ്പിട്ട് ഇവളെ അവൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് ഇവളുടെ അച്ഛനും ഇന്ന് രാത്രിയെങ്കിലും സ്വസ്ഥായൊന്നുറങ്ങാൻ. രജിസ്റ്റർ ഓഫീസിൻ്റെ മുറ്റത്ത് വന്ന് നിന്ന അയാളുടെ രാധികയെ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ ആ കാർ കണ്ടതും രാധികയുടെ അമ്മ വന്ന് പറഞ്ഞ വാക്കുകൾ ലിജിയിൽ സങ്കടം നിറച്ചെങ്കിലും യാതൊന്നും സംഭവിക്കാത്ത പോലെ അമ്മയ്ക്കൊപ്പം മുന്നോട്ട് നടന്നു രാധിക. തൻ്റെ കൂട്ടുകാരിയെ ഓർത്ത്, അവളുടെ ഇനിയുള്ള ജീവിതത്തെ ഓർത്ത് നിറഞ്ഞുപോയി ലിജിതയുടെ മിഴികൾ. 2 ഒപ്പിലും കഴുത്തിൽ കെട്ടിയ ഒരു നുള്ളു പൊന്നിലും വീണ്ടും ഒരു ഭാര്യയായി തീർന്ന രാധിക മുഖമുയർത്തി തനിക്ക് മുൻപിൽ നിൽക്കുന്ന വാസവനെ ഒന്ന് നോക്കി. ഒന്ന് വിറച്ചവളുടെ ഉടലാകെ. ചുറ്റും നിൽക്കുന്ന അത്രയും ആളുകൾക്കിടയിൽ വെച്ച് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തൻ്റെ മാറിലേക്ക് നോക്കി ചുണ്ട് നനച്ച് സൂപ്പറെന്ന് ചുണ്ടനക്കുന്ന വാസവൻ. രാധികയുടെ കണ്ണുകൾ പെട്ടെന്നൊരാശ്രയം എന്നോണം തൻ്റെ അമ്മയെ നോക്കിയതും കണ്ടു വാസവൻ്റെ പ്രവൃത്തി കണ്ട് അയാളിൽ നിന്ന് മുഖം വെട്ടിക്കുന്നവരെ. അമ്മ, ഞാൻ എങ്ങനെയാണമ്മ അയാൾക്കൊപ്പം? എനിക്ക് പറ്റില്ല. അവസാനമായി ഒന്നുകൂടി തൻ്റെ രക്ഷയ്ക്കായി ശ്രമിച്ചു രാധിക. കെട്ടിയ പെണ്ണുങ്ങളോട് അങ്ങനെയൊക്കെ തന്നെയാണ് ആണുങ്ങൾ. അതിനൊക്കെ വേണ്ടി തന്നെയാണ് അവൻ നിന്നെ കെട്ടണത്. ഒരമ്മ മകളോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ യാതൊരു ദയമില്ലാതെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അച്ഛനരികിലേക്ക് ഒട്ടിനിന്നു അവളുടെ അമ്മ. പണത്തിൻ്റെ പ്രൗഢിയും മഹത്വവും ഒറ്റ നോട്ടത്തിൽ അറിയുന്ന വാസവൻ്റെ കൊട്ടാരതുല്യമായ വീടിനുള്ളിലേക്ക് രാധിക കാലെടുത്ത് വെച്ചതും അവളെ കൈക്കുള്ളിൽ കോരിയെടുത്ത് സോഫയിലേക്ക് ഇട്ടിരുന്നു വാസവൻ. നിന്റെ എല്ലാ ചിലവും ഏറ്റെടുത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുന്നതിന് നീ എനിക്ക് പകരം തരേണ്ടത് നിന്റെ ഈ ശരീരമാണ് രാധികെ. അത് നിന്റെ വീട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാഭമില്ലാത്ത കച്ചവടം വാസവൻ ചെയ്യാറില്ലടി. കാതിലയാളുടെ മുരളിച്ചയോടെയുള്ള സംസാരം കേട്ടതും ഒന്ന് എതിർക്കാൻ പോലും സാധിക്കാത്ത വിധം രാധിക ഭയന്ന് കിടന്നതും അവളെന്ന പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് അവളുടെ അനുവാദം ഏതുമില്ലാതെ കടന്നു കയറിയിരുന്നു വാസവൻ. ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി കടന്നു പോയിരുന്നാൽ നിവർന്നു നിൽക്കാൻ കൂടി ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ രാധികയുടെ അച്ഛനെയും കൂട്ടി അവളെ തിരഞ്ഞെത്തി അവളുടെ അമ്മ. തൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടും ദയയുടെ യാതൊരു കണികയുമില്ലാതെ അവരെ നോക്കി നെഞ്ചിൽ കൈപിണഞ്ഞു കെട്ടി നിന്നു രാധിക. മോളെ, ഇനിയും തനിച്ച് മുന്നോട്ട് പോകാൻ വയ്യടി. ഒരു നേരം കഴിക്കാനും കൂടിയില്ല ഞങ്ങളുടെ കയ്യിൽ. എന്തെങ്കിലും ദയനീയതയുടെ പാരമ്യത്തിൽ നിന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടും നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല രാധിക. നിങ്ങളുടെ കയ്യിൽ ജീവിക്കാൻ ആവശ്യമായതിലും അധികം സമ്പത്തും പണവും ഉണ്ടായിട്ടും പെണ്ണുങ്ങൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് വിദ്യാഭ്യാസം നൽകിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിന്നൊരു ജോലിയില്ല. വിവാഹ സമയത്ത് ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് തരാത്തതുകൊണ്ട് പണവുമില്ല എൻ്റെ കയ്യിൽ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാനെന്നൊരു മകൾ
ഇവിടെ മരിച്ച് ജീവിക്കുന്നുണ്ടെന്ന് ഓർക്കാതെ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞതല്ലേ നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് തരാനും എൻ്റെ കയ്യിലൊന്നുമില്ല അമ്മേ. രാധികയുടെ സംസാരവും പെരുമാറ്റവും അവളുടെ അമ്മയിൽ ദേഷ്യം നിറച്ചത് പെട്ടെന്നാണ്. നിന്റെ കയ്യിലൊന്നുമില്ലെന്നറിഞ്ഞിട്ടും നീ 3 നേരം ഉണ്ടുറങ്ങി ഉടുത്ത് ജീവിക്കുന്നില്ലേടി, അതിലൊരു പങ്ക് തന്നാ മതി നീ. മകളോട് യാതൊരു നീതിയും പുലർത്തിയില്ലെങ്കിലും അവൾക്ക് മുന്നിൽ താഴാൻ വയ്യാതെ ശബ്ദം ഉയർത്തിയവർ. അത് കേട്ടതും സ്വയം പുച്ഛിക്കുന്ന ഒരു ചിരി തെളിഞ്ഞവളിൽ. ഒപ്പം ഓരോ രാത്രിയും അയാൾക്ക് കീഴിൽ അയാളുടെ പരാക്രമണങ്ങൾ സഹിച്ച് കണ്ണുനീർ വാർക്കുന്ന തന്നെയും മനക്കണ്ണിൽ കണ്ടവൾ. ജന്മം തന്നവരിത്തിരി ദയ കാണിച്ചിരുന്നുവെങ്കിൽ താനിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന ചിന്ത ഉള്ളിൽ വന്നതും അമ്മയെ ക്രോധത്തിൽ നോക്കിയവൾ. ഞാൻ ഉണ്ണുന്നതും ഉടുക്കുന്നതും എനിക്കാകെ സ്വന്തമായുള്ള എൻ്റെ ഈ ശരീരം അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിന് വിട്ടു നൽകിയിട്ടാണ്. അവരുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരം നമ്മൾ നൽകുന്നതാണല്ലോ അമ്മയുടെ കണ്ണിൽ വിവാഹം. അങ്ങനെയെങ്കിലും അയാൾക്ക് കൊടുക്കാൻ അമ്മയുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ അയാളുടെ സമ്മതത്തിൽ കഴിയാം. അയാൾക്ക് ലാഭവും നേട്ടവും ഉള്ളതുകൊണ്ട് മാത്രമേ അയാളെന്ന് സ്വീകരിക്കാറുള്ളൂ. മറക്കണ്ട അത്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതും പിന്നീട് അവരെയൊന്ന് തിരിഞ്ഞു നോക്കാതെ വീടിനകത്തേക്ക് നടന്നു രാധിക. താൻ പറഞ്ഞതൊക്കെ അവർ അർഹിക്കുന്നതാണെന്ന പൂർണ്ണബോധ്യത്തോടെ തന്നെ. ജനിപ്പിച്ച മകളോട് അവർ കാണിക്കാത്ത ദയവൊന്നും അവരോട് താൻ കാണിക്കേണ്ടതില്ല എന്ന് ജീവിതം കൊണ്ട് പഠിച്ചിരുന്നു രാധിക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.